6ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 8ാമത്തെ യൂണിറ്റ് ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക് എന്ന പാഠഭാഗത്തിൻ്റെ മുഴുവൻ നോട്ടും പഠന വിശദാംശങ്ങളും ചോദ്യങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒരു പഠനയാത്രയുടെ ചിത്രമുണ്ട്. അതുപോലെ തന്നെ മുകളിൽ ചരിത്രശേഷിപ്പുകളുടെ ഒരു ചിത്രം കൂടി നൽകിയിട്ടുണ്ട്. തുപ്പിക്കല്ല്, കുടക്കല്ല്, കല്ലറ തുടങ്ങിയവയുടെ ചിത്രങ്ങളാണ്. മുനിയറ തുടങ്ങിയവയുടെ ചിത്രങ്ങളാണ്. ഈ പഠനയാത്രയ്ക്ക് എന്ത് ബന്ധമാണ് എന്ന് കൂട്ടുകാർ ചിന്തിച്ചിരിക്കാം. ഇത്തരം പഠനയാത്രകൾ നടത്തുമ്പോഴും ഗവേഷണങ്ങളും അന്വേഷണങ്ങളും നടത്തുമ്പോഴാണ് മുൻകാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജനജീവിതത്തിലെ പ്രത്യേകതകളും സംസ്കാരമെല്ലാം മനസ്സിലാകുന്നത്. അപ്പോൾ നാം കാണുന്ന പ്രദേശത്തിൻ്റെ ഭംഗിക്കെല്ലാം ഉപരി അതിൻ്റെ ചരിത്ര പ്രാധാന്യം കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരം പഠനയാത്രകൾ എഴുതാനും ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരാറുണ്ട്. ഇവിടെ ഒരു ചരിത്രശേഷിപ്പുകൾ തേടിയൊരു യാത്ര നടത്തിയപ്പോൾ കണ്ട ചില കാര്യങ്ങളാണ്. തൃശ്ശൂർ പട്ടണത്തിലെ ശക്തൻ തമ്പുരാൻ മ്യൂസിയത്തിൽ അവർ സന്ദർശിക്കുന്നതും ശിലാസ്മാരകങ്ങളുടെ ശേഖരവും മാതൃകകളും വിവരണവും മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് കാണുന്നതാണ് കൊടുത്തിരിക്കുന്നത്. ശിലാസ്മാരകങ്ങളിൽ നിന്നും ശേഖരിച്ച ഇരുമ്പായുധങ്ങൾ, ഉപകരണങ്ങൾ, പാത്രങ്ങൾ, ആഭരണങ്ങൾ, നാണയങ്ങൾ, അതുപോലെ തന്നെ കുട പോലിരിക്കുന്ന കുടക്കല്ല്, തൊപ്പി പോലുള്ളവ, തൊപ്പിക്കല്ല്, നിരവധി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ട ഇത്തരം ചരിത്രശേഷിപ്പുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ മനസ്സിലാക്കി അനുഭവക്കുറിപ്പ് എഴുതാനായിട്ട് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. അത്തരം ഒരു കുറിപ്പ് ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. ഏതെല്ലാം ചരിത്രശേഷിപ്പുകളുടെ ചിത്രമാണ് യാത്രാനുഭവത്തിൽ വിവരിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ കുടക്കല്ല്, അതായത് അംബ്രല സ്റ്റോൺ, ചരിത്രശേഷിപ്പുകളുടെ പ്രധാന സവിശേഷതകൾ എന്താണ്? കല്ല്, മരം, ലോഹം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. നമ്മുടെ സംസ്കാരവും പൈതൃകവും ഒക്കെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും വേണ്ടതാണെന്നുള്ള പ്രധാന ബോധ്യമാണ്. പിന്നെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഭൂതകാലത്തെക്കുറിച്ച് അറിവ് നൽകുന്നു. അത്തരം ചരിത്രശേഷിപ്പുകൾ പഴയ കാലത്ത് താമസിച്ചവർ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങളും വസ്തുക്കളും ഒക്കെയാണ്. ഇവ നമ്മെ അവരുടെ ജീവിതം, കല, സംസ്കാരം, ആ കാലഘട്ടം, രാജാക്കന്മാർ, അവർ ചെയ്ത യുദ്ധങ്ങൾ, ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ശില്പകലകൾ, അവ നടന്ന കാലം എന്ന് വെച്ചാൽ യുദ്ധങ്ങൾ നടന്ന കാലം, വ്യാപാരങ്ങളുടെ രീതി, ശാസ്ത്രം, കെട്ടിടങ്ങളുടെ നിർമ്മാണ ശൈലി, രാജാക്കന്മാരുടെ ഭരണം എന്നിങ്ങനെ എല്ലാത്തിനെക്കുറിച്ചുള്ള വലിയ വിവരങ്ങളാണ് നൽകുന്നത്. ഇവിടെ മഹാശിലാ സ്മാരകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാചീന കാലത്ത് ശവസംസ്കാര രീതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൃതശരീരാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുന്നതിനാണ് ഈ ശിലാസ്മാരകങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. ഈ മഹാശിലാസ്മാരകങ്ങളിൽ ഇരുമ്പായുധങ്ങൾ ധാരാളം കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇരുമ്പ് യുഗം എന്നുകൂടി അറിയപ്പെടുന്നു. ശരീരാവശിഷ്ടങ്ങൾക്കൊപ്പം അവർ ധരിച്ചിരുന്ന ആഭരണം, ആയുധം, ഉപകരണങ്ങൾ, പാത്രങ്ങൾ, നാണയങ്ങൾ എന്നിവയും മഹാശിലാസ്മാരകങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതായത് വലിപ്പമുള്ള കല്ലുകൾ ഉപയോഗിച്ച് ശവസംസ്കാരം നടത്തുന്നതിനുള്ള സ്മാരകങ്ങളാണിവ. പുരാതന മനുഷ്യർ മരിച്ചവരെ സംസ്കരിക്കാൻ വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ചെറിയ അറകളാണ് കല്ലറ, ബറിയൽ ചേമ്പേഴ്സ്. മുനിയറകൾ എന്താ? 4 വലിയ കല്ലുകൾ കൂട്ടിച്ചേർത്ത് മുകളിലേക്ക് മറ്റൊരു കല്ല് വെച്ച് ഉണ്ടാക്കിയ സമാധിയാണ്. കല്ലറ വീടുകൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഇവയെല്ലാം വയനാട്, ഇടുക്കി, പാലക്കാട്, കണ്ണൂർ, കോട്ടയം, തിരുവനന്തപുരം തുടങ്ങിയ ഇടങ്ങളിലെ മലയോര പ്രദേശങ്ങളിലും കുന്നിൻ താഴ്വരകളിലൊക്കെയാണ് കണ്ടുവരുന്നത് കേട്ടോ. തൊപ്പിക്കല്ല് തൊപ്പിയോട് സാമ്യമുള്ള രൂപമാണ് ശവക്കല്ലറകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്നു. ഒരു പ്രധാന ശിലാശേഷിപ്പാണ്. കല്ലുകൊണ്ട് ചെയ്ത സംസ്കാര രീതി എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ മഹാശിലാസ്മാരകങ്ങൾ, മെഗാലിത്സ് പീരീഡിലുള്ള മഹാശിലാസ്മാരകങ്ങൾ, തൊപ്പിക്കല്ല്, കുടക്കല്ല്, നാട്ടുകല്ല് ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത് ഇവിടെ ശവസംസ്കാരം ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കാൻ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സവിശേഷതകളുള്ള സ്ഥലമാണ് ഇവിടെയുള്ളതെന്ന് കാണിക്കുന്നതിനാണ് ഈ നാട്ടുകല്ല് ഉറപ്പിച്ചിട്ടുള്ളത്. ഉയർന്ന വലിയ ശിലകളാണ് കല്ലറ, മുനിയറ ഇവയെല്ലാം. പട്ടികപ്പെടുത്താൻ കുട്ടികൾക്ക് കഴിയുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ ഒരു ദക്ഷിണേന്ത്യ എന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ ദക്ഷിണേന്ത്യൻ ചരിത്രം. ദക്ഷിണേന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? തെക്കൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളായ കർണാടകം, തമിഴ്നാട്, കേരള, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ പുതുച്ചേരി, ലക്ഷദ്വീപ് എന്നിവയും ഉൾപ്പെടുന്നതാണ് ദക്ഷിണേന്ത്യ.
കരിങ്കല്ലിലും ചെങ്കല്ലിലും നിർമ്മിച്ച കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറകൾ വലിയ ശിലകൾ കൊണ്ട്, ശിലാപാളികൾ കൊണ്ട് നിർമ്മിക്കുന്നതുകൊണ്ടാണ് ഈ മഹാശിലാ സ്മാരകങ്ങളെന്ന് വിളിക്കുന്നത്. അപ്പോൾ ശിലാസ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ട ഈ കാലഘട്ടത്തെ മഹാശിലായുഗം എന്ന് പറയുന്നു. മെഗാലിത്തിക് ഏജ്. എളുപ്പമല്ലേ? എന്താണ്? വലിയ ശിലകൾ കൊണ്ടോ ശിലാപാളികൾ കൊണ്ടോ ശിലാസ്മാരകങ്ങൾ നിർമ്മിച്ച കാലത്തെ മഹാശിലായുഗമെന്ന് പറയുന്നു. കേരളത്തിലെ മറയൂർ, ചേരമങ്ങാട്, കുപ്പക്കൊല്ലി, മങ്ങാട്, തമിഴ്നാട്ടിലെ ആദിച്ചനെല്ലൂർ, അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കൂട്ടോ. കർണാടകയിലെ ബ്രഹ്മഗിരി, ആന്ധ്രാപ്രദേശിലെ നാഗാർജുനകൊണ്ട തുടങ്ങിയ പ്രദേശങ്ങൾ ദക്ഷിണേന്ത്യയിലെ പ്രധാന മഹാശിലായുഗ കേന്ദ്രങ്ങളാണ്. മുഴുവൻ തന്നെ എഴുതിയെടുത്ത് പഠിക്കുക. എഴുതുമ്പോൾ കൂടുതൽ പഠിച്ചതുപോലെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകും. നാട്ടുകല്ല്, നിലത്ത് നിവർന്ന് നിൽക്കുന്ന വലിയ കല്ലാണത്. ശവക്കല്ലറയുടെ അടയാളമായും പ്രദേശത്തിൻ്റെ സുരക്ഷയുടെയും അതിർത്തിയുടെയും അടയാളമായും നാട്ടുകല്ല് ഉപയോഗിക്കുന്നു. ഇനി നന്നങ്ങാടികൾ മരിച്ചവരുടെ ശവശരീരം സൂക്ഷിച്ചിരുന്ന, അത് ശിലയല്ല, പക്ഷേ ഇങ്ങനെ സൂക്ഷിച്ചിരുന്നു. ശവസംസ്കാര രീതിയിൽ നിന്ന് മാത്രം അറിയുക. ദക്ഷിണേന്ത്യയുടെ ഈ കാലഘട്ടത്തെ ഇരുമ്പ് യുഗം എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച കത്തി, വാള്, അരിവാള്, കുന്തമുന, മുക്കാലിപ്പീഠം, ചിത്രത്തിൽ നോക്കുക, മുക്കാലിപ്പീഠം, വിളക്കുകൾ തുടങ്ങിയവയെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലെ ആദിച്ചനെല്ലൂരിൽ നിന്നും കണ്ടെത്തിയ ഉപകരണങ്ങളാണിവ. കൃഷിയും സ്ഥിരതാമസമൊക്കെ ആരംഭിക്കാൻ വലിയ ഉപകാരപ്പെട്ട ആയുധങ്ങളാണ് ഇവ. ഇരുമ്പ് യുഗം ദക്ഷിണേന്ത്യയിലെ കൃഷി, വ്യാപാരം, സമൂഹ വികാസം തുടങ്ങിയവയ്ക്ക് അടിത്തറ പാകി. അപ്പോൾ ചേര, ചോള, പാണ്ഡ്യ സംസ്കാരങ്ങൾക്ക് ശക്തി നൽകി. തുടർന്ന് വരുന്ന അടുത്ത് ചേര, ചോള, പാണ്ഡ്യരെ പറ്റി പറയുന്നുണ്ട്. വളരെ എളുപ്പമാണ്, പക്ഷേ ഒരു ആഗ്രഹത്തോടു കൂടി ഇരിക്കണം എങ്കിൽ വളരെ വേഗത്തിൽ ഇത് പഠിച്ചു തീർക്കാൻ പറ്റും. ക്രിസ്തുവിന് മുമ്പ് 1000 ഈ ഇരുമ്പ് യുഗം ആരംഭിക്കുന്നത്. ഇരുമ്പ് ഉപകരണങ്ങൾ നിർമ്മിച്ച് ഉപയോഗിക്കാൻ ആരംഭിച്ചു. ഇരുമ്പ് കൊണ്ടുള്ള ഈ കൂത്താലി, കല്ലാടി, അമ്പ്, കുതിരക്കൊമ്പ് പോലുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും വ്യാപകമായതോടുകൂടി കൃഷി പുരോഗമിച്ചു എന്ന് പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഭക്ഷണ ശേഖരണത്തിൽ നിന്ന് ആദ്യ മനുഷ്യൻ ഭക്ഷണവസ്തുക്കൾ ശേഖരിക്കുക, വേട്ടയാടുക, അല്ലേ? കായ്കനികളും വേരുകളൊക്കെ ഭക്ഷിച്ചിരുന്നു. മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു നമ്മൾ പഠിച്ചു. ഭക്ഷണ ശേഖരണത്തിൽ നിന്നും ഭക്ഷ്യോൽപാദകരായി മാറിയ ഒരു ജനതയാണ് മഹാശിലാ സംസ്കാരത്തിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ആ ഭൂപടം നൽകിയിട്ടുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ചേരർ, ചോളർ, പാണ്ഡ്യർ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ചേരർ, ചോളർ, പാണ്ഡ്യർന്ന്. അതുപോലെ തന്നെ അവർ ഭരിച്ചിരുന്ന സ്ഥലം വഞ്ചി, ഉറയൂർ, മധുര നമുക്കറിയാം തമിഴ്നാട്ടിലാണ്. അപ്പോൾ വഞ്ചി, ഉറയൂർ ഇതൊക്കെ ഏതെല്ലാം പ്രദേശങ്ങളാണ്? ചേരന്മാരുടെ ആസ്ഥാനം വഞ്ചി, അത് കേരളത്തിലെ കൊടുങ്ങല്ലൂരാണ്. സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ ധാരാളം ഉണ്ടതുകൊണ്ട് അവ കൊണ്ടുപോകാൻ പ്രധാന തുറമുഖ വ്യാപാര കേന്ദ്രമായി ഈ കൊടുങ്ങല്ലൂർ വളർന്നു. ചോള രാജവംശത്തിൻ്റെ പഴയ തലസ്ഥാനമാണ് ഉറയൂർ. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി നഗരത്തിന് സമീപമാണിത്. പാണ്ഡ്യരുടെ തലസ്ഥാനം മധുര. പാണ്ഡ്യരുടെ രാജധാനിയിൽ ഒരു സംഘം എന്ന പേരിൽ വലിയ കവി സമ്മേളനം നടന്നിരുന്നു. അപ്പോൾ ഈ അവരെഴുതിയ സംഘം എന്ന പേരിൽ അറിയപ്പെടുന്ന കവികൾ എഴുതിയ പഴന്തമിഴ് പാട്ടുകളും കൃതികളും സംഘസാഹിത്യം എന്ന പേരിൽ അറിയപ്പെടുന്നു. മധുര, മീനാക്ഷി ക്ഷേത്രം നഗരമൊക്കെയാണ്. ഈ 3 നഗരങ്ങളും പ്രാചീന തമിഴകത്തിലെ പ്രധാന ചരിത്ര നഗരങ്ങളായിരുന്നു. ഏതൊക്കെയാണ്? വഞ്ചി, ഉറയൂർ, മധുരൈ. അപ്പോൾ ഈ സംഘ സാഹിത്യത്തെപ്പറ്റിയും ഈ അക്കാലഘട്ടത്തിലെ ജനത്തെപ്പറ്റിയും ദക്ഷിണേന്ത്യയിലെ ജനങ്ങളെ പറ്റിയും നമുക്ക് വിവരം നൽകുന്നത് ഈ കൃതികളാണ്. അതേതൊക്കെയാണ്? പ്രധാന കൃതികൾ, സംഘസാഹിത്യ കൃതികൾ, അകനാനൂറ്, പുറനാനൂറ്, കൂടാതെ തമിഴ് കൃതികൾ, തിരുക്കുറൽ, ചിലപ്പതികാരം, മണിമേഖല തുടങ്ങിയ കൃതികളും നമുക്ക് വലിയ വിവരം നൽകുന്നു അക്കാലഘട്ടത്തെപ്പറ്റി. അതൊരു ചരിത്രശേഷിപ്പ് തന്നെയാണ്. ഭൂപ്രകൃതിയെ അടിസ്ഥാനമാക്കി പ്രാചീന തമിഴകത്തിൽ 5 ഭൂവിഭാഗങ്ങൾ നിലനിന്നിരുന്നു. സംഘം കൃതികളിലാണ് ഈ 5 ഭൂവിഭാഗങ്ങളെ ഐന്തിണകൾ എന്ന് പറഞ്ഞാൽ 5 തിണകൾ, അവരുടെ ജീവിത രീതി, ഉപജീവന മാർഗമൊക്കെ ആ പുസ്തകങ്ങളിലൂടെ ഉണ്ട്. ഐന്തിണകൾ ഏതൊക്കെയാണ്? കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ. വളരെ എളുപ്പത്തിൽ നമുക്ക് അതിൻ്റെ ഒരു ഷോർട്ട് ഫോമൊക്കെ ഉണ്ടാക്കാം, എന്നിട്ട് കാണാതെ പഠിക്കാം. കുറിഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്, മല.
അവിടെ എന്തായിരുന്നു ജോലി? വനവിഭവങ്ങൾ ശേഖരിക്കുക, വേട്ടയാടൽ. മുല്ലൈ എന്ന് പറഞ്ഞാൽ പുൽമേടുകളും കുറ്റിക്കാടുകളും നിറഞ്ഞ സ്ഥലമാണ്. കന്നുകാലി മേയ്ക്കലാണ് അവിടുത്തെ തൊഴിൽ. പാലൈ വരണ്ട പ്രദേശം, കൊള്ളയും കവർച്ചയൊക്കെ നടത്തുന്ന ഒരു ജനവിഭാഗം അവിടെ ഉണ്ടായിരുന്നുവെന്ന് കൃതികൾ സൂചിപ്പിക്കുന്നു, സംഘകാല കൃതികൾ സൂചിപ്പിക്കുന്നു. സംഘസാഹിത്യത്തിൽ പരാമർശിക്കുന്ന മരുതം എന്ന് പറയുന്ന പ്രദേശം വയൽപ്രദേശമാണ്. വയൽപ്രദേശത്തിന് മരുതം എന്ന് പറയുന്നത്. അപ്പോൾ ഭൂപ്രകൃതി അനുസരിച്ചാണ് ഈ 5 തരത്തിലുള്ള വിഭാഗം വേർതിരിച്ചിരിക്കുന്നത്. നമ്മൾ മുൻ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. കേരളത്തെ ഭൂപ്രകൃതി അനുസരിച്ച് 3ആയി തിരിച്ചിരിക്കുന്നു. മലനാട്, ഇടനാട്, തീരപ്രദേശം. അതുപോലെയുള്ള ഒരു 1000 ക്രിസ്തുവിന് മുമ്പ് 1000 വർഷങ്ങളുടെ 1000 നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഒരു വ്യവസ്ഥ. ഓരോ തിണയിലും ഉൽപ്പാദിപ്പിച്ചിരുന്ന വിഭവങ്ങൾ മറ്റു തിണകളുമായി കൈമാറ്റം ചെയ്യാൻ വേണ്ടി അങ്ങാടികൾ, വിഭവ കൈമാറ്റം, ബാർട്ടർ സിസ്റ്റം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഒരു വസ്തു കൊടുത്ത് മറ്റൊരു വസ്തു. അതല്ല, ഇവിടെ വ്യാപാര കേന്ദ്രങ്ങൾ തന്നെ അല്ലലാവണവും നാളങ്ങാടിയും. അല്ലലാവണം, നാളങ്ങാടി. അല്ലലാവണം എന്ന് പറഞ്ഞാൽ അന്തിച്ചന്ത, വൈകുന്നേരം ഉള്ള വിൽപ്പന. നാളങ്ങാടി എന്ന് പറഞ്ഞാൽ പകൽച്ചന്ത. അപ്പോൾ തിണകളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന വസ്തുക്കൾ വിൽക്കുന്നതിന് വേണ്ടിയുള്ള വ്യാപാരം അന്ന് വളരെ ശക്തമായിരുന്നു എന്ന് മനസ്സിലാക്കുക. CE 9-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ ഭരിച്ചിരുന്നവരാണ് പെരുമാക്കന്മാർ. ആ പെരുമാക്കന്മാരുടെ ഭരണകാലം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. നാടുകളായിട്ട് വിഭജിച്ചിരുന്നു, നാടുവാഴികൾ ഭരിക്കുന്നു. ദേശങ്ങളായിട്ട് വിഭജിച്ചിരുന്നു, ദേശവാഴികൾ ഭരിക്കുന്നു. കരകളായിട്ട് വിഭജിച്ചിരുന്നു, അത് പഞ്ചായത്തുകൾ ഭരിച്ചിരുന്നു. ഭരണതലത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം പെരുമാളിനായിരുന്നു. നാടുകളുടെ ഭരണം നാടുവാഴി, ദേശങ്ങളുടെ ഭരണം ദേശവാഴി, ദേശക്കൂട്ടങ്ങളുടെ നിയന്ത്രണം അല്ലേ. ഇനി കരകളുടെ ഭരണം പഞ്ചായത്തുകൾ. അപ്പോൾ അക്കാലഘട്ടത്തിലുള്ള രാജാക്കന്മാരുടെ പേരുകൾ കൂടി മഹോദയപുരത്തെ പെരുമാക്കന്മാരെ പറ്റിയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ധാരാളമായിട്ട് ആവർത്തിച്ച് വായിക്കുക. സ്ഥാനപ്പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി CE 9-ാം നൂറ്റാണ്ട്. എന്താ CE എന്ന് പറഞ്ഞാൽ കോമൺ ഇറ, സാധാരണ കാലഘട്ടം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ AD BC എന്നൊക്കെ പറയുന്ന പോലെ ആ കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നതാണ്. ദക്ഷിണേന്ത്യയിലെ മഹാശിലാ സ്മാരകങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന വർക്ക്ഷീറ്റ് പൂരിപ്പിക്കാനോട് കൊടുത്തിട്ടുണ്ട്. വളരെ എളുപ്പമുള്ളതാണ്, മുഴുവൻ മാർക്കും കിട്ടും. അതുപോലെ സംഘസാഹിത്യ കൃതികളുടെ ഒരു വർക്ക്ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് വീണ്ടും സംഘസാഹിത്യ കൃതികൾ എഴുതിയ ശേഷം കാണാതെ തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. സംഘകാല സാമൂഹിക ജീവിതവും സമകാലിക സാമൂഹിക ജീവിതത്തെ പറ്റി ഒരു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സംഘകാലത്തെ സ്ത്രീ പുരുഷ സമത്വം, ജാതി വ്യവസ്ഥ, കൂടാതെ കുടുംബജീവിതം, പിന്നെ തൊഴിൽ, മതസംസ്കാര ജീവിതം, ഭരണം. അത് സമകാലിക സാമൂഹിക ജീവിതം, തൊഴിൽ ജീവിതം, ജാതി വ്യവസ്ഥ എങ്ങനെയാണ്. അണുകുടുംബങ്ങളാണ് ഇപ്പോഴുള്ളത്. പിന്നെ പണ്ടുകാലത്ത് സന്ദേശങ്ങൾ പാട്ടുകൾ വഴി ഒക്കെ ആശയവിനിമയം നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇമെയിൽ, മൊബൈൽ, IT അതൊക്കെ വ്യാപിച്ചു. മതസ്വാതന്ത്ര്യം ഇപ്പോൾ വളരെ കൂടുതലാണ്. ശാസ്ത്രീയ ചിന്ത, വിവിധ മതങ്ങൾ, ശാസ്ത്രം, IT, സേവന മേഖല, വ്യവസായ മേഖല, വിവിധ തൊഴിൽ സാധ്യതകൾ, ജനാധിപത്യ സംവിധാനം, മുനിസിപ്പാലിറ്റി, സംസ്ഥാന സർക്കാർ സംവിധാനങ്ങൾ, ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ വന്നു ആ ഒരു നൂറ്റാണ്ടിൽ നിന്ന്. എന്നാൽ സംഘസാഹിത്യ കൃതികൾ പറയുന്നത് സംഘകാലത്ത് സ്ത്രീ പുരുഷ സമത്വം നന്നായിട്ടുണ്ടായിരുന്നു. സ്ത്രീകൾ കവിത എഴുതാനും വ്യാപാരം ചെയ്യുന്നതിനും യുദ്ധം ചെയ്യുന്നതിന് വരെ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ മുന്നിട്ട് നിന്നിരുന്നു എന്നാണ് പറയുന്നത്. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു താരതമ്യക്കുറിപ്പാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു 3-4 പോയിൻറ്റുകൾ നിങ്ങൾ മനസ്സിൽ കാണുക. എന്തൊക്കെയാണ്? സ്ത്രീ പുരുഷ സമത്വം, കുടുംബ ബന്ധങ്ങളെക്കുറിച്ച്, ആശയവിനിമയത്തെപ്പറ്റി, അതുപോലെ മതം, സംസ്കാരം, സാമൂഹിക ജീവിതം, കുടുംബജീവിതം, ഇങ്ങനെയൊക്കെ ഒരു 3-4 പോയിൻ്റായിട്ട് ആശയവിനിമയം ഇങ്ങനെയുള്ള പോയിൻ്റ് എടുക്കുക. അത് സമകാലിക സാമൂഹിക ജീവിതം. സമകാലികം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള സമൂഹത്തിൻ്റെ അവസ്ഥയാട്ടോ. അന്നത്തെ സംഘകാലം എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് പിറകിലുള്ള ഒരു സംസ്കാരമാണ്. കൂടുതൽ വർക്ക്ഷീറ്റുകൾ നൽകിയിട്ടുണ്ട്. സംഘസാഹിത്യത്തെപ്പറ്റി
ഉള്ള 2 വരി പുറനാനൂറിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാം നമ്മുടെ നാട് തന്നെയാണ്, എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. തിന്മയോ നന്മയോ ഒന്നും തന്നെ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല, നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ തിന്മയോ നന്മയോ ഒന്നും തന്നെ മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ള വരി ഏതാണ്? തീതും നൻറും, നന്മയും തിന്മയും, തിന്മയും നന്മയും. തീതും നൻറും പിറർ തരാ വാരാ, യാതും ഊരേ, എല്ലാം നമ്മുടെ നാട്. യാവരും കേളിർ, എല്ലാവരും നമ്മുടെ സഹോദരങ്ങൾ. അപ്പോൾ വളരെ രസകരമായ കാര്യമാണ്. ഇതൊക്കെ വായിച്ച് പഠിക്കുക, കാണാതെ പഠിക്കുക. മധുര കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന തമിഴ് കവികളുടെ കൂട്ടായ്മയാണ് സംഘങ്ങൾ. ഈ സംഘങ്ങൾ അന്നത്തെ ഗായകരുടെ പാട്ടുകൾ ശേഖരിച്ച് സൂക്ഷിച്ചിരുന്നു. അതിനാണ് സംഘം കൃതികൾ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ എന്താണ് അവർ പറയാൻ വിചാരിച്ചത്? അക്കാലഘട്ടത്തെ കുടുംബജീവിതം, സാമൂഹ്യ ജീവിതം, അത്തരം പാട്ടുകൾക്ക് അകപ്പാട്ടുകളെന്നും സാമ്പത്തികവും രാഷ്ട്രീയവും സൈനികവുമായ ജീവിതത്തെ പരാമർശിക്കുന്ന പുറം പാട്ടുകളെന്നും അവർ പേരിട്ടിരുന്നു. പ്രാചീന തമിഴകത്തെപ്പറ്റി വിവരങ്ങൾ ലഭിക്കുന്ന ചരിത്ര സ്രോതസ്സുകളാണ് പഴന്തമിഴ് പാട്ടുകളും നാണയങ്ങളും സഞ്ചാരക്കുറിപ്പുകൾ, ലിഖിതങ്ങൾ തുടങ്ങിയവ. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൂടുതൽ വർക്ക്ഷീറ്റുകൾ നൽകിയിരിക്കുന്നത് നോക്കാം. അടുത്തത്, ഈ പെരുമാക്കന്മാരുടെ ഭരണത്തിന് ശേഷം നാടുവാഴി സ്വരൂപങ്ങൾ നിലവിൽ വന്നു. നാടുവാഴി സ്വരൂപങ്ങളിൽ ഭൂപടം നോക്കിയാൽ മനസ്സിലാവും. 4 നാടുവാഴി സ്വരൂപങ്ങൾ. കോലത്തുനാട് എന്ന് പറഞ്ഞാൽ ആ പ്രദേശം നിങ്ങൾക്കറിയാം. നെടിയിരുപ്പ് എന്ന് പറയുന്നിടത്തേക്ക് പെരുമ്പടപ്പ്, തൃപ്പാപ്പൂർ എന്ന് പറഞ്ഞാൽ വേണാട്, താഴെ തെക്ക് ഭാഗത്തേക്ക് വന്നു. അപ്പോൾ പെരുമാക്കന്മാരുടെ ഭാഗമായിരുന്ന നാടുകൾ പിൽക്കാലത്ത് നാടുവാഴികളുടെ കീഴിൽ നാടുവാഴി സ്വരൂപങ്ങൾ എന്നറിയപ്പെട്ടു. നാടുവാഴി സ്വരൂപങ്ങൾ പിതാവിൽ നിന്ന് മക്കൾക്ക് അവകാശം കൈമാറ്റം ചെയ്തതിനാണ് മക്കത്തായ എന്ന് പറയുന്നത്. അപ്പം മക്കത്തായ സമ്പ്രദായം അനുസരിച്ചാണ് സ്വയംഭരണ പ്രദേശങ്ങളായി ഈ സ്വരൂപങ്ങൾ മാറ്റപ്പെട്ടത്. മരുമക്കത്തായത്തെ അടിസ്ഥാനമാക്കി കൂട്ടുകുടുംബങ്ങളായിരുന്നു സ്വരൂപങ്ങളെ നിയന്ത്രിച്ചിരുന്നത്. മരുമക്കത്തായ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ എന്താണ്? സഹോദരിയുടെ പുത്രന്മാർക്ക് സ്വത്തവകാശം കൈമാറുക, അധികാരം കൈമാറുക, സഹോദരിയുടെ പുത്രന്മാർക്ക്. മക്കത്തായ എന്ന് പറഞ്ഞാൽ മക്കൾക്ക്, പിതാവിൽ നിന്ന് പിന്തുടർച്ചാവകാശം മക്കൾക്ക്. ഈ വാക്കുകളൊക്കെ പ്രധാനപ്പെട്ടതാണ്. പിന്തുടർച്ചാവകാശം, മരുമക്കത്തായ സമ്പ്രദായം, മക്കത്തായ സമ്പ്രദായം, നാടുവാഴി സ്വരൂപം. സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? നാടുവാഴികളുടെ കീഴിൽ നാടുവാഴി സ്വരൂപങ്ങളെന്ന് അറിയപ്പെടുന്ന രീതിയിൽ ഭരിക്കുക. കോലത്തുനാട് എന്ന് പറഞ്ഞാൽ കണ്ണൂരിന് കീഴിൽ വരും. നെടുയിരുപ്പ് ഇന്നത്തെ കോഴിക്കോട്, പെരുമ്പടപ്പ് എന്ന് പറഞ്ഞാൽ കൊച്ചി, തൃപ്പാപ്പൂർ എന്ന് പറഞ്ഞാൽ വേണാട്, അതായത് കൊല്ലം. വേണാടിൻ്റെ മറ്റൊരു പേരാണ് കൊല്ലം. നാടുവാഴി ഭരണത്തിൻ്റെ വ്യാപനത്തോടെ ജന്മി സമ്പ്രദായം വ്യാപകമായി. സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ വ്യവസ്ഥകളെ ഒരാൾ നിയന്ത്രിച്ചിരുന്ന സമ്പ്രദായം ജന്മി. ധാരാളം സ്വത്തുള്ള അതിൻ്റെ തലവൻ, അതാണ് ജന്മി. ജന്മി സമ്പ്രദായത്തിൻ്റെ വ്യാപനത്തിൻ്റെ ഫലമായതോടെയാണ് നാടുവാഴി സ്വരൂപങ്ങൾ ഉയർന്നത്. അപ്പോൾ അക്കാലഘട്ടത്തുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു മാമാങ്കം. ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായിൽ 12 വർഷത്തിലൊരിക്കൽ കൊണ്ടാടിയിരുന്ന ഉത്സവമാണ് മാമാങ്കം. വള്ളുവനാട്ടിലെ ഭരണാധികാരിയായിരുന്നു വള്ളുവ കോനാതിരിയിൽ നിന്നും മാമാങ്കത്തിൻ്റെ രക്ഷാപുരസ്സ സ്ഥാനം സാമൂതിരി ഏറ്റെടുത്തു. അപ്പോൾ നെടിയിരുപ്പ് സ്വരൂപത്തിൻ്റെ ഭാഗമായിരുന്ന അത് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഇവിടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ശക്തൻ തമ്പുരാൻ വേണാട് തിരുവിതാംകൂർ എന്ന ശക്തമായൊരു നാട്ടുരാജ്യമായിട്ട് മാറി അവിടെ ഭരിച്ചിരുന്ന വ്യക്തികളായിരുന്നു. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്തായിരുന്നു വേണാട് തിരുവിതാംകൂർ എന്ന ശക്തമായ ഒരു നാട്ടുരാജ്യമായിട്ട് മാറിയത്. ശക്തൻ തമ്പുരാനാണ് പെരുമ്പടപ്പ് സ്വരൂപത്തെ കൊച്ചി രാജ്യമാക്കി മാറ്റിയത്. അപ്പോൾ അവരുടെ പരിഷ്കാരങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കാം. ഭൂപ്രമാണിമാരായ 8 വീട്ടിൽ പിള്ളമാരെയും മാടമ്പിമാരെയൊക്കെ അമർച്ച ചെയ്തു. രാജ്യത്തെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. തൃപ്പടി ദാനം നടത്തി. തൃപ്പടി ദാനം എന്ന് പറഞ്ഞാൽ ഓരോ ഭരണാധികാരി തങ്ങളുടെ അധികാര ചിഹ്നമായ വാൾ ദേവിക്ക് സമർപ്പിക്കുന്നതാണ്. നാടുവാഴികളെ അമർച്ച ചെയ്തു. വാണിജ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചു. ഇപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നൊരു ചോദ്യമാണ് തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ച പ്രശസ്തനായ ഭരണാധികാരി ആരാണെന്ന്. ശക്തൻ തമ്പുരാൻ.
പെരുമാൾ ഭരണകാലത്ത് സാംസ്കാരിക രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടായി. 12-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെ പെരുമാക്കന്മാരുടെ ഭരണം ശിഥിലമായി. ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശങ്ങളുടെ രാഷ്ട്രീയ ഐക്യമൊക്കെ നഷ്ടപ്പെട്ടു. പെരുമാക്കന്മാരുടെ ഭാഗമായിരുന്ന പല നാടുകളും സ്വതന്ത്രമായി. പെരുമാൾ ഭരണകാലത്ത് സാംസ്കാരിക രംഗത്തുണ്ടായ വളരെയധികം മുന്നേറ്റമാണ് ഇവിടെ ചിത്രത്തിൽ കാണുന്നത്. കൂത്ത്, കൂടിയാട്ടം പോലെയുള്ള കലകൾ. കൂടാതെ വാസ്തുവിദ്യ, ശില്പകല, ചിത്രകല, വാദ്യകല, നൃത്തം, സംഗീതം കലകൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് രൂപപ്പെട്ടു. അനുഷ്ഠാന കലകളായ കൂത്തും കൂടിയാട്ടവും ഈ കാലയളവിൽ വികാസം പ്രാപിച്ചവയാണ്. പിന്നെ ഒരേ തൊഴിൽ തന്നെ ഓരോരുത്തരും പരമ്പരാഗതമായി ചെയ്തു വന്ന ഒരു ജാതി വ്യവസ്ഥ കാലഘട്ടത്തിലുണ്ടായിരുന്നു. കാർഷിക ഗ്രാമങ്ങളുടെ കേന്ദ്രം എന്ന നിലയിൽ ക്ഷേത്രങ്ങൾ സാംസ്കാരിക ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായൊരു കാലം കൂടിയായിരുന്നു അത്. അപ്പോൾ ദക്ഷിണേന്ത്യയുടെ ഭൂപടം ഓർക്കുക. അവിടെ നിന്നിങ്ങോട്ടുള്ള സാംസ്കാരിക ജീവിതം, മത ക്ഷേത്രപരമായ ജീവിതം, ഭരണം, സംഘകാല കൃതികൾ, അതായത് സംഘസാഹിത്യം തുടങ്ങിയ വളരെ ധാരാളം ഉള്ളടക്കമുള്ള ഒരു പാഠമാണ്. ധാരാളം പ്രാവശ്യം പഠിക്കുക. നോട്ട് എഴുതാൻ മറക്കണ്ട. ജസ്റ്റ് A4 ഷീറ്റ് എടുക്കുക. ഔട്ട്ലൈനൊക്കെ നല്ല ഭംഗിയിൽ എഴുതുക. ഒരിക്കൽ കൂടി നോട്ട് എഴുതുക. പരീക്ഷയ്ക്ക് മുമ്പായിട്ട് തയ്യാറാക്കിയ നോട്ട് 10 പേജ് എടുത്ത് വായിച്ച് പഠിച്ചാൽ മാത്രം മതി. വിവരങ്ങളറിയാതെ, വസ്തുതകളറിയാതെ ആർക്കും ഒന്നും എഴുതാൻ വേണ്ടി സാധിക്കില്ല. വെറുതെ പഠിച്ചതുകൊണ്ടായില്ല. വസ്തുതകൾ വളരെ ഭംഗിയായിട്ട് പഠിക്കുകയാണെങ്കിൽ ഏതൊരു വർക്ക്ഷീറ്റും ഏതൊരു കുറിപ്പും അനായാസം ചെയ്യാൻ വേണ്ടി സാധിക്കും. നല്ല രീതിയിൽ ഓരോ കാര്യങ്ങളെയും വസ്തുതാപരമായി സമീപിക്കുക, പഠിക്കുക, ആധികാരികമായി പഠിക്കുക. മഹാശിലാസ്മാരകങ്ങളും മഹാശിലാ സംസ്കാരമൊക്കെ നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്. ആവർത്തിച്ച് പഠിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാ നന്മകളും പ്രാർത്ഥിക്കുന്നു. നന്ദി.